സർ, ചേലേമ്പ്ര ബാങ്കിൽ നിന്നുള്ള റിപ്പോർട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 കോടിയുടെ സ്വർണവും പണവും മോഷണം പോയിരിക്കുന്നു സർ. ഒരു പുതുവർഷം പിറക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. 2007 ഡിസംബർ 30. കേരളം മുഴുവൻ ആഘോഷത്തിൻ്റെ തിമിർപ്പിലാണ്. പക്ഷേ മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്ര എന്ന ചെറിയ കവലയിൽ മാത്രം നിശബ്ദതയായിരുന്നു. അല്ല, പുറമെ നിശബ്ദത മാത്രം. ആ ഇരുട്ടിൻ്റെ മറവിൽ ഒരു കെട്ടിടത്തിൻ്റെ അടച്ചിട്ട ഷട്ടറിനുള്ളിൽ 4 മനുഷ്യർ വിയർത്തു കുളിച്ചു നിൽക്കുന്നു. അവർ കാത്തിരുന്നത് പുതുവർഷത്തെ വരവേൽക്കാനല്ല, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ, ഏറ്റവും ബുദ്ധിപൂർവമായ ആ കവർച്ച നടപ്പിലാക്കാനായിരുന്നു. ചേലേമ്പ്ര സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന്റെ മാനേജർ രാവിലെ ബാങ്ക് തുറക്കുന്നു. സ്ട്രോങ് റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ രക്തം മരവിപ്പിച്ചു. തറയിൽ വമ്പൻ ഒരു ദ്വാരം. ആ ദ്വാരത്തിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് വെളിച്ചമടിച്ചപ്പോൾ കാണുന്നത് താഴത്തെ റെസ്റ്റോറൻറ്റിലെ മേശകളും കസേരകളും. ലോക്കറുകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തുറന്നിരിക്കുന്നു. കാണാനില്ലാത്തത് 80 കിലോ സ്വർണം, 15 ലക്ഷം രൂപ. ആകെ മൂല്യം അന്നത്തെ കണക്കിൽ ഏകദേശം 8 കോടി രൂപ. ബാങ്കിന് മുന്നിൽ വലിയൊരാൾക്കൂട്ടം. പക്ഷേ അവിടെ ബഹളങ്ങളില്ല. ഒരുതരം കനത്ത നിശബ്ദത മാത്രം. അകത്തെന്തോ സംഭവിച്ചിരിക്കുന്നു, വലിയതെന്തോ ഒന്ന്. പുറത്തു നിൽക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് ആ മരവിപ്പ് വ്യക്തമായി കാണാമായിരുന്നു. അതേസമയം ബാങ്കിനുള്ളിൽ സമയം വല്ലാത്തൊരു വേഗതയിലായിരുന്നു. ഉദ്യോഗസ്ഥർ കണക്കുകൾ കൂട്ടിക്കൊണ്ടേയിരുന്നു. എല്ലാവർക്കും അറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്: എത്ര പോയി? ഒടുവിൽ ആ കണക്ക് പുറത്തു വന്നു. 80 കിലോ സ്വർണം, 24 ലക്ഷം രൂപ. ആകെ മൂല്യം ഏകദേശം 8.25 കോടി. ആ നമ്പറുകൾ കേട്ടതോടെ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായി ഇതൊരു സാധാരണ മോഷണമല്ല. അതുകൊണ്ട് തന്നെ ADGPയും IG-യും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നിമിഷങ്ങൾക്കകം അവിടെ എത്തി. അന്വേഷണം തുടങ്ങി. കെട്ടിടത്തിന്റെ താഴത്തെ നില, അവിടെ അടച്ചിട്ട ഒരു ഹോട്ടൽ മുറി. ആ മുറിയിലെ കോൺക്രീറ്റ് സീലിംഗ് തുരന്നാണ് അവർ ബാങ്കിന്റെ സ്ട്രോങ് റൂമിലേക്ക് കയറിയത്. ലോക്കറുകൾ തുറന്നിരിക്കുന്നത് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചാണ്. എല്ലാം കൃത്യമാണ്. എങ്ങനെ കയറി, എങ്ങനെ തുറന്നു, എല്ലാം വ്യക്തം. പക്ഷേ അവിടെ തീരുന്നു തെളിവുകൾ. വിരലടയാളങ്ങളില്ല, ഉപകരണങ്ങളില്ല, മുടിയോ വിയർപ്പോ ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല. ഇതൊരു അമേച്വർ ഗ്യാങ്ങിന്റെ പണിയല്ലെന്ന് പോലീസിന് മനസ്സിലായി. ഇതിന് പിന്നിലുള്ള പ്ലാനിംഗ് അത് വേറെ ഒരു ലെവലായിരുന്നു. പക്ഷേ പുറത്തേക്കിറങ്ങുമ്പോഴാണ് പോലീസിന്റെ കണ്ണിൽ ആ സന്ദേശം മുടക്കിയത്. അവിടെ നിന്നാണ് കേസ് ആകെ മാറുന്നത്. അക്കാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് കവർച്ചകൾ നടക്കുന്ന സമയം കേരളത്തിൽ അത്തരമൊന്ന് പതിവില്ലെങ്കിലും രീതികൾ സമാനമായിരുന്നു. ഇതിന് പിന്നിൽ മാവോയിസ്റ്റുകളാണെന്ന് പോലീസ് ഉറപ്പിച്ചു. അന്വേഷണം ആ വഴിക്ക് നീങ്ങി. കെട്ടിട ഉടമയെ ചോദ്യം ചെയ്തു. അവിടെ വെച്ചാണ് ആ മുറിയിലെ അന്തരീക്ഷം മാറ്റിയ ഒരു ചോദ്യം ഉയരുന്നത്. ബാങ്കിന്റെ താഴത്തെ നില ഒരു ഹോട്ടലിന് വാടകയ്ക്ക് നൽകിയിരുന്നതായി അറിയപ്പെട്ടു. പോലീസ് ഹോട്ടൽ ഉടമയെ ചോദ്യം ചെയ്തു. അയാൾ പറഞ്ഞതിങ്ങനെ: ഞാൻ നഷ്ടത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ കെട്ടിട ഉടമയോട് പറഞ്ഞ് ഈ മുറി മറ്റൊരാളായ ബാബുവിന് നേരിട്ട് വാടകയ്ക്ക് നൽകാമോ എന്ന് ചോദിച്ചു. ഉടമ സമ്മതിച്ചു. പിന്നെ ആ മുറി ബാബുവിന് നേരിട്ട് വാടകയ്ക്ക് കൊടുത്തു. അവസാനം ബാബുവിന്റെ ഫോൺ നമ്പർ ഹോട്ടൽ നടത്തുന്നയാളിൽ നിന്ന് പോലീസിന് ലഭിച്ചു. പോലീസ് ആ നമ്പറിലേക്ക് വിളിച്ചു. അയാൾ നൽകിയ സൂചനകൾ വെച്ച് അവർ ബാബുവിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കി. പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും അവനു വേണ്ടിയുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടു. അതോടെ ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു. ബാബുവിനെ ഇവിടെ കണ്ടു, അവിടെ കണ്ടു എന്ന് പറഞ്ഞ് നാടിന്റെ പല ഭാഗത്തു നിന്നും വിളികൾ വന്നു. പോലീസ് ഓരോ ഇടത്തേക്കും പാഞ്ഞു. പക്ഷേ ചെന്നിടത്തെല്ലാം നിരാശയായിരുന്നു ഫലം. വരുന്നതെല്ലാം വെറും ഫേക്ക് കോളുകളാണെന്ന് അവർക്ക് വൈകാതെ മനസ്സിലായി. അന്വേഷണം എങ്ങുമെത്താതെ വഴിമുട്ടി നിൽക്കുന്ന ആ സമയം അപ്രതീക്ഷിതമായാണ് ഹൈദരാബാദിൽ നിന്ന് ഒരു കോൾ വരുന്നത്. ബാബുവും സംഘവും ഇവിടെ ഒരു ഹോട്ടലിലുണ്ട്. മറുതലക്കൽ ആ വിശ്വസനീയമായ വിവരം. അതോടെ കേരള പോലീസ് ഹൈദരാബാദിലേക്ക് പാഞ്ഞു.
വിവരത്തിൽ പറഞ്ഞ ആ സാധാരണ ഹോട്ടൽ മുറിക്ക് മുന്നിൽ അവർ നിലയുറപ്പിച്ചു. ശ്വാസമടക്കി പിടിച്ച് ആ കതക് തുറന്ന ഉദ്യോഗസ്ഥർ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. മുറിക്കുള്ളിലെ മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്നു ഏകദേശം 1 കിലോയോളം സ്വർണം. അതിനരികിലായി തെലുങ്ക് ഭാഷയിലുള്ള ചില പത്രത്താളുകളും. അവർ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ പോലീസ് കാത്തിരുന്നു. 1 ദിവസം, 2 ദിവസം, 3-ാം ദിവസവും ആരും വന്നില്ല. അപ്പോഴാണ് പോലീസിന്റെ ഉള്ളിൽ ആ ചോദ്യമുയർന്നത്: യഥാർത്ഥത്തിൽ നമ്മളെ വിളിച്ചതാരാണ്? സംശയം തീർക്കാൻ അവർ ആ പഴയ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു. മറുപുറത്ത് ഫോൺ സ്വിച്ച് ഓഫ്. അതോടെ എല്ലാം വ്യക്തമായി. ഇതൊരു മാവോയിസ്റ്റ് തന്ത്രമൊന്നുമല്ല. പോലീസിനെ വട്ടം കറക്കാൻ ആ കള്ളന്മാർ കളിച്ച അതിബുദ്ധിപരമായ ഒരു നാടകമായിരുന്നു അത്. ഇതൊരു സാധാരണ വാടക ഇടപാടിന്റെ മറവിൽ നടന്ന വലിയ കഥയാണ്. ഒരു പേര്, ഒരു സ്വിച്ച് ഓഫ് ഫോണും, ഒരു കെട്ടിടത്തിനകത്തുള്ള ഗൂഢാലോചന. അത് പോലീസിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. വിലപ്പെട്ട ദിവസങ്ങൾ നഷ്ടമായി. പക്ഷേ ആ രാത്രി അവരൊരു തീരുമാനമെടുത്തു. കേരള പോലീസിനെ കൊണ്ട് ഹൈദരാബാദ് വരെ ഓടിച്ച ആ ബുദ്ധിമാന്മാരെ അഴിയെണ്ണിച്ചേ തീരൂ. അവർ വീണ്ടും 0-ൽ നിന്ന് തുടങ്ങി. ലക്ഷ്യം ബാബു. ബാബുവിന്റെ ഫോൺ നമ്പർ പരിശോധിച്ചു. റിസൾട്ട് വിചിത്രമായിരുന്നു. ആ നമ്പറിൽ നിന്ന് ആകെ പോയിരിക്കുന്ന കോളുകൾ 2 പേർക്ക് മാത്രം. 1 കെട്ടിട ഉടമയ്ക്ക്, 2 ഹോട്ടൽ ഉടമയ്ക്ക്. അതിനപ്പുറം ഒന്നുമില്ല. ഇവരെ 2 പേരെയും പോലീസ് വിളിച്ചു വരുത്തി. ഇവർക്ക് മോഷണത്തിൽ പങ്കില്ലെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. ചോദ്യം മറ്റൊന്നായിരുന്നു: നിങ്ങൾ ബാബുവിനെ കാണുമ്പോഴൊക്കെ അവന് വേറെ കോളുകൾ വന്നിരുന്നോ? അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉത്തരം കണ്ടിട്ടുണ്ട് എന്നായിരുന്നു. അവിടെയാണ് കേസിന്റെ വഴിത്തിരിവ്. ബാബുവിന് മറ്റൊരു ഫോണുണ്ട്. ബാബുവിനെ കണ്ട സമയവും സ്ഥലവും വെച്ച് ആ ഏരിയയിലെ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ചാൽ ആ 2ാമത്തെ നമ്പർ കിട്ടും. ഹോട്ടൽ ഉടമ ഒരു ദിവസം ഓർത്തെടുത്തു. ചേലേമ്പ്രയിൽ നിന്ന് വേങ്ങേരയിലേക്ക് ബാബുവിനൊപ്പം നടത്തിയ ഒരു യാത്ര. ആ യാത്രയിലുടനീളം ബാബു ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പോലീസ് കണക്കുകൂട്ടലുകൾ തുടങ്ങി. ആ സമയത്ത് ആ റൂട്ടിൽ ആക്റ്റീവായിരുന്ന മൊബൈൽ നമ്പറുകൾ കണ്ടെത്തണം. പണി എളുപ്പമായിരുന്നില്ല. 10ഓളം മൊബൈൽ കമ്പനികൾ ശേഖരിച്ചത് ഏകദേശം 20 ലക്ഷം ഫോൺ നമ്പറുകൾ. ഈ 20 ലക്ഷം കോളുകളിൽ നിന്നാണ് ആ ഒരൊറ്റ നമ്പറിനെ കണ്ടെത്തേണ്ടത്. ദിവസങ്ങൾ നീണ്ടുനിന്ന പരിശ്രമം. ഒടുവിൽ 20 ലക്ഷത്തിൽ നിന്ന് അവർ ആ നമ്പറിലേക്ക് എത്തി. അത് ബാബുവിൻ്റെതായിരുന്നു. ആ നമ്പറിന്റെ കോൾ ഹിസ്റ്ററി എടുത്തു. കൂടുതൽ കോളുകൾ പോയിരിക്കുന്നത് 2 നമ്പറുകളിലേക്കാണ്. ഒന്ന് ഒരു പോലീസുകാരൻ, മറ്റൊന്ന് ഒരു ഡോക്ടർ. പോലീസ് ആ നമ്പറുകളിലേക്ക് വിളിച്ചു, വിവരം ശേഖരിച്ചു. ഇത് ജോസഫിന്റെ നമ്പറാണ്. അടുത്ത് താമസിക്കാൻ വന്നയാളാണ്. അയാളുടെ ഭാര്യ ഗർഭിണിയാണ്. എല്ലാം അവിടെ കൂട്ടിമുട്ടി. ബാബുവിന്റെ ശരിക്കും പേര് ജോസഫ് എന്നാണ്. പിന്നീട് ഡോക്ടറുടെ സഹായത്തോടെ ജോസഫിനെ പിടിക്കാൻ പോലീസ് തീരുമാനിച്ചു. ഡോക്ടർ പറഞ്ഞ സമയം ആശുപത്രി പരിസരം. യൂണിഫോമിൽ ആരുമില്ല. രോഗികളായും കൂട്ടിരിപ്പുകാരായും പോലീസ് അവിടെ നിലയുറപ്പിച്ചു. സമയം കൃത്യം. ജോസഫ് എത്തി. സർ, ജോസഫ് എത്തിയിട്ടുണ്ട്. അവനെ അറസ്റ്റ് ചെയ്യും. ജോസഫ്. അവിടെ വെച്ച് ജോസഫ് പിടിയിലാവുന്നു. ചോദ്യം ചെയ്യലിൽ സത്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നു. പ്രചോദനം ധൂം സിനിമ. 2ാം നിലയിൽ ബാങ്ക് വേണം, താഴെ ഒഴിഞ്ഞ മുറി വേണം. അതിനുവേണ്ടി അവർ കേരളം മുഴുവൻ അരിച്ചുപെറുക്കി. ഒടുവിൽ ചേലേമ്പ്രയിൽ ഒത്തുകിട്ടി. മാവോയിസ്റ്റ് കഥയും ഹൈദരാബാദ് ട്രിപ്പും തെലുങ്ക് ന്യൂസ് പേപ്പർ ഉപേക്ഷിച്ചതും ഒന്നും യാദൃശ്ചികമായിരുന്നില്ല. പക്ഷേ ഒരു ഫോൺ കോൾ, ഒരൊറ്റ പിഴവ്. അവിടെയാണ് കള്ളന്മാർ തോറ്റത്. പിന്നീട് ബാക്കിയുള്ളവരും പിടിയിലായി. കൈവിട്ടുപോയി എന്ന് കരുതിയൊരു കേസ് കേരള പോലീസ് ചരിത്രത്തിലെ തന്നെ ഒരു പൊൻതൂവലായി മാറി.